ബിഗ് ബോസ് മലയാളം സീസൺ 6 മത്സരാർത്ഥികളിൽ ഒത്തിരി വ്യത്യസ്തതയുള്ള ഒരു കണ്ടസ്റ്റന്റാണ് നോറ എന്ന വ്യക്തി. ജീവിതത്തിൽ കഠിനമായ പല പ്രതിസന്ധികളെയും തരണം ചെയ്ത് പല കാര്യങ്ങളും അച്ചീവ് ചെയ്ത് മറ്റുള്ളവർക്ക് മാതൃകയാകത്തക്കവണ്ണം ഒത്തിരി പ്രവർത്തികളൊക്കെ ചെയ്ത് കയറി വന്ന ഒരാളായതുകൊണ്ട് തന്നെ ആ ഒരു പരിഗണന നോറ എല്ലായിടത്തും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വിരോധമായി ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നു എന്ന് തോന്നിയാൽ നോറയിലെ എല്ലാ വികാരങ്ങളും ആ സമയത്ത് പൊട്ടി അങ്ങോട്ട് ഒഴുകുവാൻ തുടങ്ങും. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, നിസ്സാര കാര്യമാണെങ്കിൽ പോലും അതിനെ പൊടിപ്പും തൊങ്ങലും വെച്ച് വർണ്ണിച്ച് ഏതറ്റം വരെയും കൊണ്ടുപോകുവാനും ആർക്കുമെതിരെ എന്തും സംസാരിക്കുവാനും നോറയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഒരവസരത്തിന് വേണ്ടി നോറ കാത്തിരിക്കുകയാണ്. എന്തും പറഞ്ഞു കളയും, എന്തും പറയും അവരെ ഒതുക്കാൻ വേണ്ടി. പക്ഷേ തിരിച്ച് അതിലെ 100-ൽ 1 അംശമെങ്കിലും നോറയ്ക്കെതിരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ആ വീട് അന്ന് ഇളക്കി മറിക്കും നോറ. ആ രീതിയിൽ ഇന്ന് രാവിലെ അവിടെ ഒരു പ്രശ്നമുണ്ടായി. നോറ ഇപ്പോൾ തകർന്നുടഞ്ഞ് കരഞ്ഞ് കൺഫഷൻ റൂമിൽ പോയിട്ടുണ്ട് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് പറയാൻ വേണ്ടി. നോറയുടെ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പവർ ടീമിനെ പൊളിക്കുന്നു, പുതിയ 2 ആൾക്കാരെ അതിനകത്തേക്ക് കയറ്റുന്നു. അപ്പോൾ പഴയ പവർ ടീം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു കാഷ്വൽ ടോക്ക്. ആ ടോക്കിൽ ശ്രീരേഖയോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. പക്ക ബോറായിരുന്നു നിങ്ങൾ. കഴിഞ്ഞ ഒരാഴ്ചക്കാലത്തെ പവർ ടീം എന്ന് പറയുന്നത് പക്ക ബോറായിരുന്നു. യെസ്, നമ്മളത് അംഗീകരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരാഴ്ചത്തെ പവർ ടീം എന്ന് പറഞ്ഞാൽ വെറും നോക്കുകുത്തികൾ മാത്രമായിരുന്നു, ഒന്നും ചെയ്തിട്ടില്ല അവർ. ആ ഒരു വിലയിരുത്തൽ വളരെ കറക്റ്റാണ്. ആ സമയത്ത് ശ്രീരേഖ തിരിച്ചൊരു മറുപടി ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പക്ക ബോറായതുകൊണ്ടാണോ നീ ഇരുന്ന് പൊട്ടിക്കരഞ്ഞത് എന്ന്. ശരിക്കും ശ്രീരേഖ അത് ചോദിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പവർ ടീമിന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു സ്കിറ്റ് നടന്നത് ഓർമ്മയുണ്ടല്ലോ. ആ സ്കിറ്റിനകത്ത് പ്രധാനമായും പ്രതിപാദിച്ചിരുന്ന വിഷയം സ്ത്രീധനം, അതോടുകൂടി ഉണ്ടാകുന്ന ഗാർഹിക പീഡനം ഇത്യാദി വിഷയങ്ങളായിരുന്നു. ഈ സ്കിറ്റ് വളരെ മനോഹരമായിട്ട് ശ്രീരേഖയൊക്കെ കൂടി ചെയ്തു. ആ സ്കിറ്റ് കണ്ടിട്ട് ഏങ്ങലടിച്ച് മുഖം പൊത്തിയിരുന്നു കൊണ്ട് നോറ അവിടെ കരഞ്ഞു. ആ കാഴ്ച കണ്ടിട്ടാണ് ശ്രീരേഖ ഇപ്പോൾ പറഞ്ഞത്, അങ്ങനെ പവർ ടീം അറുബോറായിരുന്നത് കൊണ്ടാണോ നീ ഇരുന്ന് ഏങ്ങലടിച്ച് കരഞ്ഞതെന്ന്. ഈ ഒരൊറ്റ വാക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ശരിക്കും ഉദ്ദേശിച്ചത് എന്താണ്? ബോറൻ പവർ ടീമിന്റെ പ്രകടനം കണ്ടിട്ടാണല്ലോ നീ ഏങ്ങലടിച്ച് കരഞ്ഞത്, അത്രയേ ഉള്ളൂ. പക്ഷേ നോറ അതിനെ മറ്റൊരു രീതിയിലേക്കാണ് വ്യാഖ്യാനിച്ചു കൊണ്ടുപോയത്. കാരണം നോറയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില തകർച്ചകളുണ്ട്. ആ തകർച്ചയെ കണക്ട് ചെയ്തിട്ട് നോറയെ പരിഹസിക്കുവാൻ വേണ്ടി പറഞ്ഞ വാക്കാണ് ഇത് എന്ന രീതിയിൽ അവിടെ വലിയ പുകിലുണ്ടാക്കി വലിയ വിപ്ലവം സൃഷ്ടിക്കുകയാണ് നോറ. ആ സമയത്ത് തന്നെ അവിടെ ഇരുന്നു കൊണ്ട് ശ്രീരേഖയെ പറയാവുന്ന പള്ളു മുഴുവൻ പറഞ്ഞു. നിങ്ങൾ അങ്ങേയറ്റം ചീപ്പാണ് എന്ന് വരെ പറഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോയി. എന്നിട്ട് പലയിടങ്ങളിൽ പോയി ഇതിനെപ്പറ്റിയുള്ള കംപ്ലൈന്റുകൾ പറയുകയാണ്. പറഞ്ഞിട്ടും മതി വരാതെയായപ്പോഴേക്കും നോറ പതിവ് ശൈലിയിലേക്ക് വീണ്ടും ചില ദിവസങ്ങൾക്ക് ശേഷം മടങ്ങിപ്പോയി. അതെ, ഓരോരോ മൂലയ്ക്ക് പോയിരുന്നുകൊണ്ട് കരയുക, ആരോടും മിണ്ടാതിരിക്കുക, വരുന്ന ആൾക്കാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ശ്രീരേഖയ്ക്കെതിരെ സംസാരിക്കുക. നോറയ്ക്ക് എന്തും ആരോടും പറയാം, ഏതർത്ഥം വെച്ചുള്ള വാക്കുകളും പറയാം, നോ പ്രോബ്ലം. പക്ഷേ നോറയെക്കുറിച്ച് ആരും ഒന്നും സംസാരിക്കാൻ പാടില്ല. അഥവാ സംസാരിച്ചാൽ നോറ കണക്ട് ചെയ്യുന്നത് ആ വീട്ടിലെ വിഷയവുമായിട്ടല്ല, പണ്ടങ്ങോ ജീവിതത്തിൽ സംഭവിച്ച പ്രശ്നങ്ങളുമായിട്ടാണ് ആൾക്കാർ നോറയെ കമ്പയർ ചെയ്യുന്നത് എന്ന രീതിയിലേക്ക് വരികയാണ്. എത്ര ചീപ്പ് ഗെയിമാണ്, എത്ര മോശമായ ഗെയിമാണ് ഈ കാണിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ പുറം ലോകത്ത് നിൽക്കുന്ന നമുക്ക് നോറയോട് ഉള്ള ബഹുമാനം തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ശ്രീരേഖയുടെ ഗെയിമിനോട് വലിയ മതിപ്പൊന്നും ഉള്ളത് കൊണ്ടല്ല, ശ്രീരേഖയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല ഇത് സംസാരിക്കുന്നത്. പക്ഷേ ശ്രീരേഖ പറഞ്ഞ വാക്കിനകത്ത് എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ഏതു മനുഷ്യർക്കും പ്രഥമ ദൃഷ്ടിയാ മനസ്സിലാകുന്നൊരു കാര്യമാണ്. അതിനെ വളച്ചൊടിച്ച് എത്ര ഗംഭീരമായ രീതിയിലാണ് ആ വീടിനകത്തൊരു പ്രശ്നമുണ്ടാക്കിയിട്ട് ഒടുവിൽ ഇപ്പോൾ കൺഫഷൻ റൂമിൽ പോയി ഏങ്ങലടിച്ച് ബിഗ് ബോസിന്റെ മുമ്പിൽ നിലവിളിക്കാൻ പോയിരിക്കുകയാണ്. ആ നിലവിളി എവിടെ തുടങ്ങി? അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ചാണ് ക്യാമറ തിരിച്ചു വീണ്ടും വീടിനുള്ളിലേക്ക് ബിഗ് ബോസ് തിരിച്ചു വിട്ടത്. എന്ന് വെച്ചാൽ നോറ പറയുന്നതൊന്നും ബിഗ് ബോസ് പ്രേക്ഷകരെ ഇപ്പോൾ കേൾപ്പിക്കുന്നില്ല. ഇനി അത് കേൾക്കാൻ കഴിയുമോ, അത് പ്രക്ഷേപണം ചെയ്യുമോ എന്നും നമുക്കറിയില്ല. ഒരുപക്ഷെ വൈകിട്ടത്തെ എപ്പിസോഡിൽ വരാൻ സാധ്യത കണ്ടേക്കാം. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ഈ വീടിനകത്ത് നിൽക്കാതിരിക്കുന്നതാണ് ഭംഗി. കാരണം അവരോട് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. അവരുടെ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് കഴിയുമ്പോഴേക്കും ഇത്രയും അവർ ഇമോഷണലി ബ്രേക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ അവരോട് മറ്റുള്ളവർക്ക് സംസാരിക്കാൻ കഴിയും? ഇനിയിപ്പോൾ സംസാരിക്കുന്ന ഓരോ ആൾക്കാരും അവരുടെ ഹൃദയവികാരങ്ങൾ തുറന്നടിക്കാൻ പറ്റില്ല. നോറയാണല്ലോ എതിരിൽ നിൽക്കുന്നത്. നോറയോട് സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം. നോറയോട് പറയുന്ന വാക്കുകൾക്കകത്ത് ഒരു ഗ്രാമർ മിസ്റ്റേക്കും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും വരുവാൻ പാടില്ല. കാരണം ആ കുട്ടി ഇമോഷണലി തകർന്നു പോകും. അങ്ങനെ തകരാൻ സാധ്യതയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ മുൻപിൽ നിൽക്കുന്ന
ആഗ്രഹിക്കുന്നവർ കരുതലോടുകൂടി മാത്രമേ നോറയെ സമീപിക്കാൻ പാടുള്ളൂ. എന്നാൽ നോറയ്ക്ക് അങ്ങനെയല്ല കേട്ടോ. നോറയ്ക്ക് എന്തുമാകാം. ഈ രീതി ഒരു ആരോഗ്യകരമായ മത്സരം ഉണ്ടാക്കിയെടുക്കില്ല. ഏതെങ്കിലും ഭാഗത്ത് നോറ ആരെയെങ്കിലുമൊക്കെ സപ്പോർട്ടേഴ്സ് ആയിട്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പട്ടി ഷോകൾ, അതെ, ഈ പട്ടി ഷോകൾ ആ ആൾക്കാരെ പിന്തിരിപ്പിക്കും എന്ന് മാത്രമേ പറയുവാനുള്ളൂ. എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾ, കാണുന്നവർ, ലൈവ് കണ്ടവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.